വിക്രമാദിത്യൻ രാജ്യഭരണം ഏറ്റെടുത്തു. തൻ്റെ സഹോദരനും അതിബുദ്ധിമാനുമായ ഭട്ടിയെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. രാജ്യം അങ്ങനെ ക്രമേണ അഭിവൃദ്ധി പ്രാപിച്ചു. എവിടെയും നീതിയും ധർമ്മവും കളിയാടി. എങ്കിലും ചെറിയൊരു രാജ്യത്തിൻ്റെ രാജാവായിരിക്കുക എന്നത് വിക്രമാദിത്യന് തൃപ്തിയായില്ല. തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായി. തൻ്റെ മന്ത്രിയായ ഭട്ടിയുമായി അദ്ദേഹം ഇതേപ്പറ്റി ആലോചിക്കുകയും ചെയ്തു. ഭട്ടിയും വിക്രമാദിത്യൻ്റെ ഈ അഭിപ്രായത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ അയൽ രാജ്യങ്ങളെയൊക്കെ കീഴടക്കി തൻ്റെ സാമ്രാജ്യം വർദ്ധിപ്പിക്കുവാൻ വിക്രമാദിത്യ മഹാരാജാവ് തീരുമാനിക്കുന്നു. അതുമാത്രമല്ല, തലസ്ഥാനം വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും വിക്രമാദിത്യ മഹാരാജാവ് തീരുമാനിക്കുന്നു. ഭട്ടിയെ ഈ ചുമതല അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു. ഭട്ടി ഇത് കേട്ട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹപ്രകാരം തലസ്ഥാനം സ്ഥാപിക്കുന്നതിനായി അത്യന്തം മനോഹരമായൊരു സ്ഥലം ഞാൻ അന്വേഷിച്ച് കണ്ടെത്താം. ഹരിത ഭംഗിയുള്ള ഒരു സ്ഥലം ഉടൻ തന്നെ കണ്ടെത്തണം. ഭരണകാര്യാലയങ്ങൾ നിർമ്മിക്കുവാനും ജനവാസത്തിനുമൊക്കെ അനുയോജ്യമായിരിക്കണം ആ സ്ഥലം. പുൽമേടുകളും ശുദ്ധജല തടാകങ്ങളും അരുവികളുമൊക്കെ ആ മനോഹരമായ ഭൂതലത്തെ അലങ്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിക്രമാദിത്യൻ പറഞ്ഞു നിർത്തി. ഭട്ടി പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം എത്രയും ഉചിതമാണ്. അനുയോജ്യമായ ഒരു ഭൂപ്രദേശം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇനി എൻ്റെ പരിശ്രമം. ഭട്ടി ആവേശത്തോടെ പറഞ്ഞു നിർത്തി. അത്തരമൊരു സ്ഥലം കണ്ടെത്തുവാൻ വേണ്ടി ഭട്ടി അലഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരു മലയുടെ താഴ്വാരത്തിൽ ഗുണവതി നദീതീരത്തുള്ള വിശാലമായ പ്രദേശം വിക്രമാദിത്യൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥലമായി ഭട്ടിക്ക് തോന്നിയത്.